ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നുണ്ടല്ലോ കാർഡിനൽ ക്രീപ്പർ, അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ഐപ്പോമിയ ഹോഴ്സ്വാളി. ഈ ഒരു ചെടി എവിടെ കണ്ടാലും വിട്ട് കളയാണ്ട് വാങ്ങിക്കോട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ്. ഒരു വർഷത്തിലൊരു 2-3 മന്ത്സ് പൂവിടാണ്ട് നിൽക്കും, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം പൂവുണ്ടായിരിക്കും. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് പിങ്കൽ, ഒരു മജന്ത ഷെയ്ഡിൽ ഈ പച്ച ഇലയും ഈ ഒരു ഷെയ്ഡും കൂടെ വരുമ്പോൾ അത്രയ്ക്ക് ഭംഗി. ഇതിൻ്റെ അടുത്ത് നിറയെ ബട്ടർഫ്ലൈസും ബീസും ഒക്കെ എപ്പോഴും ഉണ്ടാകും. ഇത് പൂത്ത് തുടങ്ങിയാലുണ്ടല്ലോ ഇങ്ങനെ നിറഞ്ഞു പൂക്കും, ഇല കാണാണ്ട് പൂത്ത് തുടങ്ങും. ഇപ്പോൾ എൻ്റെ ചെടി 2-3 മാസമായിട്ട് പൂക്കാണ്ട് നിന്നിട്ട് വീണ്ടും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല വേനൽക്കാലത്ത് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് വേറെ കെയറൊന്നും വേണ്ട. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് അല്ലെങ്കിൽ ക്ലൈമ്പിംഗ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് ട്രെല്ലീസൊക്കെ കൊടുത്ത് അതിനെ നിർത്താം. ഞാനിവിടെ ഇത് കണ്ടോ, ഒരു ചെറിയ 1-2-3 പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയേക്കുവാണ് വലിയൊരു പോട്ടിൽ. ഞാൻ വാങ്ങിയപ്പോൾ ഒരു 2 അടിയുള്ള ഒരു ചെറിയ പ്ലാന്റ് ആയിരുന്നു. ഒരു നഴ്സറിയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയതാണ്. അത് കൊണ്ടുവന്നൊരു 3-4 മാസം അതേ പോട്ടിൽ വെച്ചിട്ട് അതിന് കുറച്ചുകൂടെ പുതിയ ലീവ്സൊക്കെ വന്നതിന് ശേഷം ഞാനെടുത്ത് ഇതുപോലെ വലിയൊരു 14 ഇഞ്ച് സൈസ് പോട്ട് ഇത് അതിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലെ സപ്പോർട്ടൊക്കെ കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ 2-3 മാസം പൂവിടാണ്ടിരുന്ന് വീണ്ടും പൂവിട്ട് തുടങ്ങിയപ്പം നിറയെ മുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ് കേട്ടോ, നിറയെ മുട്ടുകളായിരിക്കും. ഇതിലും കൂടുതലുണ്ടാവും കേട്ടോ, ഇത് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ മുട്ടുകൾ വരുന്ന വളരെ കുഞ്ഞ് ഇതുണ്ടോ, വളരെ കുഞ്ഞിതായിട്ടായിരിക്കും ഇത് കണ്ടോ, കുഞ്ഞ് റൗണ്ട്. അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ബിഗായിട്ട് ഇങ്ങനെ, അത് കഴിഞ്ഞ് പിന്നെ ഒരു ഓവൽ ഷേപ്പിലോട്ട് വരും. പിന്നെ ഇത് കണ്ടോ, ഇതുപോലെ വരും. അത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മളെ ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് പോലെ വരും. അതിന് കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഇതുപോലെ അതിൻ്റെ മുട്ടുകൾ കാണാൻ പൂവിനേക്കാളും ഭംഗിയായിട്ടോ. അതായത് നല്ല ഡാർക്ക് കളറിൽ ശരിക്കും ലിപ്സ്റ്റിക്കിൻ്റെ സ്റ്റിക്ക് പോലെ. നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ്സിൻ്റെയൊക്കെ പൂവിടരുന്നതിന് മുമ്പ് പൊട്ടിരിക്കില്ല, അതുപോലെ ഇരിക്കും. നല്ല ഭംഗിയാണ്. പൂവാണോ ഭംഗി മൊട്ടാണോ ഭംഗി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഭംഗി. ഇതിൻ്റെ കളറ് നമ്മൾ എന്താ പറയുക, ക്യാമറയിൽ കൂടെ എത്രത്തോളം ഭംഗിയായിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാമെന്ന് പറഞ്ഞാൽ അതിമനോഹര. അപ്പോൾ എവിടെ കിട്ടിയാലും വാങ്ങണം. ഞാനൊരു 2 അടിയുള്ള പ്ലാന്റ്, 2-2.5 അടിയുള്ള പ്ലാന്റ് പോട്ടിലിരുന്നത് നല്ല വള്ളിയൊക്കെ ഉണ്ടായിരുന്നു. വാങ്ങിയതൊരു 350 റുപ്പീസിനാട്ടോ. അത്യാവശ്യം റേറ്റ് വരുന്നതാണ്. ചെറിയ വലിപ്പമുള്ള ചെടികളൊക്കെ ആണെങ്കിൽ തീരെ ചെറുതിനും അത്യാവശ്യം റേറ്റ് വരുന്ന ഒരു പ്ലാന്റാണ്. പക്ഷേ അത് പിടിപ്പിച്ചെടുത്താൽ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് കിട്ടും. നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, ആർച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടൊക്കെ കൊടുത്ത് നല്ല രീതിയിലൊക്കെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർബായിരിക്കും.